ഹലോ ഗൈസ്, വെൽക്കം ടു സൈറാസ് കിച്ചൺ. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഖാജ അഥവാ മടക്ക്. അങ്ങനെ പല പേരിലും ഇതറിയപ്പെടുന്നുണ്ട്, ഖാജ എന്നും മടക്കെന്നും. ഓരോ നാട്ടിലും ഓരോ പേരാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഒരു ടീസ്പൂൺ ഷുഗർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് ഉപ്പ്, അതിനോടൊപ്പം കുറച്ച് വെള്ളവും ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കുക. അപ്പോൾ ഞാനിതാ വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി ഒരു വിസ്ക് ഉപയോഗിച്ച് നമുക്കൊന്ന് അലിയിച്ചെടുക്കണം. ഈ പഞ്ചസാര ഒന്ന് നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് അലിഞ്ഞ് കിട്ടണം. ഇനി ഇതിലേക്ക് യെല്ലോ ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്, ഇഷ്ടപ്പെട്ടവർക്ക് ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലാത്തവർക്ക് മഞ്ഞൾപ്പൊടി ചേർത്താലും മതിയാവും. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദമാവാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. മൈദമാവും കൂടി ആഡ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിലും ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഒരു കട്ടിയിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ. നല്ല കട്ടി, അകഞ്ഞു പോകരുത്, ലൂസാവാൻ പാടില്ല. അത്ര കട്ടിയായിട്ട് വേണം ഇത് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ കുഴച്ച് ഉരുളകളായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു കൗണ്ടർ ടോപ്പിലിട്ട് നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ ഇത് പരത്തിയെടുക്കുന്നുണ്ട്. ഇത് ഞങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഒരു കല്യാണ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അതായത് കല്യാണത്തിന് തൊട്ട് മുമ്പ് ചെക്കൻ്റെ വീട്ടിലേക്ക് പലഹാരങ്ങൾ കൊടുക്കും. ഓരോ നാട്ടിലും ഓരോ ആചാരങ്ങളല്ലേ. അപ്പോൾ ഇങ്ങനെ പരത്തിയെടുക്കുക. അങ്ങനെ ബാക്കിയുള്ള ഉരുളകളൊക്കെ ഇങ്ങനെ പരത്തണം. ഇപ്പോൾ പരത്തിയെടുത്ത ഈ മാവിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഗീ പുരട്ടി കൊടുക്കുന്നു. ഗീ പുരട്ടിയ ശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് പൊടിച്ചു വെച്ച അരി പൗഡർ ഇട്ട് കൊടുക്കണം. അരിപ്പൊടി നന്നായിട്ട് വിതറി കൊടുക്കാം. ഇത് ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ കാജ എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ ലെയറായിട്ട് കാണില്ലേ, ഇങ്ങനെ വിരിഞ്ഞ്. അപ്പോൾ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് പരത്തി വെച്ച മാവിട്ട് കൊടുക്കണം. ഞാനിവിടെ ഇപ്പോൾ ഉപയോഗിക്കുന്നത് 3 ലെയറിലാണ്. 2 ലെയർ ഉപയോഗിക്കുന്നവരുണ്ട്, 4 ലെയർ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാനിവിടെ 3 ലെയറേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ അതിൻ്റെ 3ാമത്തെ ലെയർ കൂടി ഇടാൻ പോവുകയാണ്. അപ്പോൾ ഇതിന് വീണ്ടും നമ്മൾ 2ാമത്തെ ലെയറിൻ്റെ മുകളിലേക്ക് ഗീ പുരട്ടിയ ശേഷം വീണ്ടും അരിപ്പൊടി ഇടുക. ഇനി അടുത്തത് 3ാമത്തെ ലെയറും കൂടി ഇട്ട് കൊടുക്കാം. 3ാമത്തെ ലെയറും ഇട്ട ശേഷം 3ാമത്തെ ലെയറിൻ്റെ മുകളിലേക്കും എണ്ണ തേച്ച് പിടിപ്പിക്കണം. എണ്ണ തേച്ച ശേഷം എണ്ണ പുരട്ടി അതിൻ്റെ മുകളിലേക്ക് അരിപ്പൊടി ഇട്ടിട്ട് നമ്മളിത് ഉരുട്ടിയെടുക്കും. ഇതുകൂടാതെ തന്നെ പലതരത്തിലുള്ള പലഹാരങ്ങൾ ഇതിനോടൊപ്പം കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതൊന്ന് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇത് കുറേ ഉണ്ട്. ഞാനിത് കുറച്ച് എടുത്തിട്ട് കൊണ്ടുവന്ന് കാണിക്കുകയാണ്. അങ്ങനെ അപ്പോൾ നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. നന്നായിട്ട് വേണം, നല്ല കട്ടിയിൽ വേണം, ലെയർ ഇളകി പോകാത്ത രീതിക്ക് ഉരുട്ടിയെടുക്കണം. ഉരുട്ടിയെടുത്ത ശേഷം നമുക്കിതൊരു കത്തി ഉപയോഗിച്ച് 1 ഇഞ്ച് വലിപ്പത്തിൽ വീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനിത് കട്ട് ചെയ്യുന്നുണ്ട്. ഈ കട്ട് ചെയ്ത മാവ് നമുക്കൊന്ന് പരത്തി കൊടുക്കണം. അപ്പോൾ ഞാനിതിനെ ഒന്ന് പരത്താൻ വേണ്ടിയിട്ട് അത് പരത്തുകയാണ്. അതിലേക്ക് കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് നന്നായി പരത്തിയെടുക്കണം. അധികം പരത്തിയിട്ട് ഇതിൻ്റെ കട്ടി കുറഞ്ഞ രീതിക്ക് പരത്തേണ്ട, അപ്പോൾ ലെയർ കിട്ടില്ല. അതുകൊണ്ടാണ് ഇരുവശവും ചെറുതായിട്ടൊന്ന് പരത്തിയെടുത്താൽ മതിയാവും. ഇങ്ങനെ നമ്മളിത് പരത്തി ബാക്കിയുള്ളതൊക്കെ പരത്തിയെടുക്കണം. ഇപ്പോൾ അത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് വറുത്ത് കോരാം. ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കിയിട്ട് നമുക്ക് വറുത്ത് കോരണം. അപ്പോൾ നമ്മുടെ എണ്ണ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അധികം തിളക്കേണ്ട, ലോ ടു മീഡിയം മതിയാവും. കാരണം നമുക്ക് കടയിൽ നിന്നൊക്കെ ഇത് വാങ്ങാൻ കിട്ടുമ്പോൾ നല്ല കളറിലല്ലേ കിട്ടുന്നത്, മഞ്ഞ കളറിൽ. അപ്പോൾ അധികം എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ ചേഞ്ച് ആവും. അപ്പോൾ ഇങ്ങനെ നമ്മൾ മൊത്തത്തിലിട്ടൊന്ന് ഇങ്ങനെ വറുത്ത് കോരുകയാണ്. കണ്ടില്ലേ ലെയറൊക്കെ കിട്ടിയത്? ഇങ്ങനെ വേണം ഇത് കിട്ടാനായിട്ട്. ഇതിന് ചിലർ ലെയർ കൂടുമ്പോൾ നമുക്കിതിനെ ഇത്തിരി വലുപ്പത്തിലും വേണമെങ്കിൽ പരത്തിയെടുക്കാവുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു മീഡിയം ലെവൽക്കാണ് ഞാനിത് പരത്തിയെടുത്തത്. ഇങ്ങനെ ബാക്കിയുള്ളതൊക്കെ വറുത്ത് കോരണം. ഇപ്പോൾ ഞാൻ കോരുന്നുണ്ട്. ഇനി ഇതിലേക്ക് പലരും ഷുഗർ സിറപ്പാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇവിടെ ഞാൻ ഷുഗർ സിറപ്പ് ഉപയോഗിക്കുന്നില്ല, പഞ്ചസാര പൊടിയാണ് ഇതിലേക്ക് ഇടാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം എല്ലാം വറുത്ത് കോരി ഇപ്പോൾ പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. എല്ലാ ഭാഗങ്ങളും എത്തുന്ന രീതിയിൽ വേണം പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞങ്ങൾ ചെക്കൻ്റെ വീട്ടിലേക്ക് മാത്രമല്ല, വിളിച്ചു വരുന്ന എല്ലാ ഗസ്റ്റിനും വൈകുന്നേരം ചായൻ്റെ കൂടെയൊക്കെ ഇത് കൊടുക്കും ഞങ്ങൾ. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. വളരെ നല്ല ടേസ്റ്റ്ഫുള്ളാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ്.
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.